വെൽക്കം ബാക്ക് ടു ട്രാവൽ മാനിയാക്. ട്രാവൽ മാനിയാക്കിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം ഇന്ന് നമ്മുടെ പരിപാടി എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊരു കുറച്ചൊരു ലോങ് ട്രിപ്പാണ്. നമ്മുടെ ഹൈദരാബാദിൽ നിന്നും ഒരു 350 കിലോമീറ്ററോളം നമുക്ക് ട്രാവൽ ചെയ്യാനുണ്ട്. ഗന്ദിക്കോട്ട എന്ന് പറഞ്ഞൊരു സ്ഥലത്തേക്കാണ് നമ്മൾ പോകുന്നത്. അതായത് നമ്മുടെ ഗ്രാൻഡ് കാനിയൺ ഓഫ് ഇന്ത്യ, നമ്മുടെ ഗ്രാൻഡ് കാനിയൺ എന്ന് പറഞ്ഞൊരു സംഭവമുണ്ട്. അത് ലോകാത്ഭുതങ്ങളിൽ ഒന്നാണ് നമ്മുടെ അമേരിക്കയിലുള്ള ഗ്രാൻഡ് കാനിയൺ. അതിന്റെ ഒരു സാദൃശ്യമുള്ള ഇന്ത്യൻ പതിപ്പാണ് ഈ ഗന്ദിക്കോട്ട ഗ്രാൻഡ് കാനിയൺ. അത് കാണാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് കാണാം. ചിലപ്പം പാട്ടായിട്ടായിരിക്കും ഞാൻ വീഡിയോ ചെയ്യുക. അപ്പോൾ എല്ലാവരും ഈ വീഡിയോകളെല്ലാം കാണാം, നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക. ഓക്കെ, അപ്പം വീഡിയോയിൽ കാണാം. സ്റ്റേ ട്യൂൺ. അപ്പം നമ്മളിന്ന് പോകുന്നു ദ ഗ്രേറ്റ് കാനിയോൺ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പം നമ്മളിതാ ഔട്ടർ റിംഗ് റോഡിൻ്റെ എൻട്രിയിൽ എത്തിയിരിക്കുകയാണ്. ഇവിടുന്ന് നമുക്ക് എൻട്രി എടുത്തിട്ട് ഔട്ടർ റിംഗ് റോഡിൽ കയറണം. ഒരു അടിപൊളി ബ്ലാക്ക് സ്കോർപ്പിയോ ആണ് കേട്ടോ. എംഹോക്ക് എൻജിൻ ആണെന്ന് തോന്നുന്നു, 2014 മുൻപുള്ള മോഡൽ. യെസ്, ബ്ലാക്ക് സ്കോർപ്പിയോ അത് വേറൊരു വൈബ് തന്നെയാണ്. ടോൾ ഗേറ്റ് നമ്മൾ റീഡായിരിക്കുകയാണ്. നമ്മളിപ്പം എൻട്രിയിലേക്ക് കയറുന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ ഔട്ടർ റിംഗ് റോഡിൽ കയറിയിരിക്കുകയാണ്. ഈ ഔട്ടർ റിംഗ് റോഡിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഒരുപാട് പറയാനുണ്ട് കേട്ടോ. കാരണം ഈ ഒരു ഹൈദരാബാദിനെ ഈ ഒരു രീതിയിൽ ഡെവലപ്പ് ആക്കാൻ വേണ്ടിയിട്ട് ഈ ഔട്ടർ റിംഗ് റോഡ് വഹിച്ചൊരു പങ്ക് എന്ന് പറഞ്ഞാൽ ചെറുതല്ല. കാരണം ഏതൊരു സിറ്റിയിലും നമ്മളിപ്പോൾ ബാംഗ്ലൂർ പോലത്തെ അല്ലെങ്കിൽ മുംബൈ പോലത്തെ ഒരു മെട്രോ സിറ്റിയിലൊക്കെ എടുത്തു നോക്കിയാൽ നമ്മൾ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷൻ ആയിരിക്കും, അവിടുത്തെ ട്രാഫിക്. ഈ ഒരു ഹൈദരാബാദിൽ ഈ ഒരു ഔട്ടർ റിംഗ് റോഡ് എത്രത്തോളം അവിടുത്തെ ട്രാൻസ്പോർട്ടേഷനെയും അവിടുത്തെ ട്രാഫിക്കിനെയും നിയന്ത്രിക്കുന്നുണ്ട് അല്ലെങ്കിൽ അതിനെ സ്വാധീനിക്കുന്നുണ്ട് എന്നുള്ളത് ഇവിടെ വന്ന് കണ്ടാൽ നമുക്കത് മനസ്സിലാവും. നമ്മളിതിലൂടെ യാത്ര ചെയ്താലേ അതിൻ്റെ ഒരു ഫീല് നമുക്ക് മനസ്സിലാവുള്ളൂ. നമുക്ക് അങ്ങനെ ഫൈനലി നമ്മളിപ്പോൾ നമ്മുടെ ഔട്ടർ റിംഗിൽ നിന്നും പുറത്തേക്ക് ഇറങ്ങിയിരിക്കുകയാണ്. നമ്മൾ ശംഷാബാദ് എക്സിറ്റ് വഴിയാണ് കേട്ടോ പുറത്തേക്ക് ഇറങ്ങിയത്. അപ്പോൾ നമ്മളിപ്പം എത്തിയിരിക്കുന്നത് നമ്മുടെ ശ്രീനഗർ കന്യാകുമാരി ഹൈവേയിലാണ്. അതായത് നമ്മൾ ഹൈദരാബാദിൽ നിന്ന് ബാംഗ്ലൂരേക്ക് പോകുന്ന ഹൈവേ NH44 ആണ്. അതായത് ഇന്ത്യയിലെ ലാർജസ്റ്റ് ഹൈവേ ആണ് കേട്ടോ. ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹൈവേ ആണ്. 3000 സംതിങ് കിലോമീറ്റേഴ്സോളം ഈ ഹൈവേ ഉണ്ട്. ലോങ്ങസ്റ്റ് ഹൈവേ ആണ്. അപ്പോൾ നമ്മൾ യാത്ര ചെയ്യുന്നത് നമ്മുടെ മഹീന്ദ്ര സ്കോർപ്പിയോ ആയിട്ടാണ്. നമ്മുടെ വണ്ടിയാണ് മഹീന്ദ്ര സ്കോർപ്പിയോ S10 ആണ്. 2015 മോഡലാണ് കേട്ടോ. കുറച്ച് പഴക്കമുണ്ട്, കുറച്ച് ഏജുള്ളൊരു വണ്ടിയാണ്. ഈ വണ്ടിയായിട്ടാണ് നമ്മളിന്ന് പോകുന്നത്. ഓക്കെ ഗായ്സ്, നമ്മളിവിടെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി നിർത്തിയാണ്. ഓക്കെ, അപ്പോൾ നോക്കാം നമുക്ക് എന്താണ് അവിടെയൊക്കെ കിട്ടുന്നത് എന്നുള്ളത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഗീക്കാരം അപ്പോൾ ഇതൊക്കെയാണ് നമ്മളെ ഗ്യാങ്. എല്ലാവരും താങ്ക് യു. അപ്പോൾ ഇവരൊക്കെയാണ് നമ്മളെ കൂടെ നമ്മളെ ഇന്നത്തെ ട്രിപ്പിലുള്ളത്. നമ്മളിന്ന് ദോശ ടേസ്റ്റ് ചെയ്യാൻ പോവാണ്. ദോശ ഒരു പീസ് എടുത്തിട്ട് നമ്മളെ ചട്നിയിൽ മുക്കുന്നു, സാമ്പാറിൽ മുക്കുന്നു. സൂപ്പർ സൂപ്പർ. കാരം ദോശയാണ് കേട്ടോ. കാരം ദോശയാണ് ഇതിന് പറയാം. ആന്ധ്ര സ്പെഷ്യലാണെന്ന് തോന്നുന്നു. റൈറ്റ് മാം, ഇറ്റ്സ് ആന്ധ്ര ഡിഷ് ഔട്ട് തെലങ്കാന ഡിഷ്? ആന്ധ്ര ഡിഷാണ് കേട്ടോ. പറയാണ്ടിരിക്കാൻ മതി, അടിപൊളിയാണ് കേട്ടോ. സൂപ്പർ ടേസ്റ്റാണ്.
നമ്മുടെ കൂടെ ഒരുപാട് ആൾക്കാരുണ്ടായതുകൊണ്ട് തന്നെ നമ്മൾ ഒരുപാട് ഐറ്റംസ് വാങ്ങിച്ചിട്ടുണ്ട്. എല്ലാ ഡിഫറെൻറ്റ് ഐറ്റംസാണ് വാങ്ങിച്ചത്. പൂരി, ദോശ, അങ്ങനെ ബോണ്ട, അങ്ങനെ ഒരുപാട് ഐറ്റംസ് വാങ്ങിച്ചു. എല്ലാം അടിപൊളിയായിരുന്നു. ഇതൊക്കെയാണ് അതിൻ്റെ അവശിഷ്ടങ്ങൾ കഴിച്ചു കഴിഞ്ഞതിൻ്റെ. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മളിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഹോട്ടൽ. ജസ്റ്റ് ഒന്ന് കാണിച്ചിട്ടാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച ഹോട്ടലിൻ്റെ ഒരു ഓക്കെ. അപ്പോൾ ഇവിടെ ഞാനിവിടെ ഒരു ബോർഡ് കണ്ടു, ഭയങ്കര രസമായിട്ട് തോന്നി കേട്ടോ. അത് ഞാൻ കാണിച്ചു തരാം. ബിഫോർ ആഫ്റ്റർ എന്നിട്ട് ചായൻ്റെ ഒരു ഫോട്ടോ എടുത്തിട്ടുണ്ട്. അതുപോലെ അവിടെ ഒരു നമ്മുടെ ഈ സിജിയിൽ കാണുന്ന ആ ഒരു ചാട്ടുണ്ടല്ലോ, അതും കൊടുത്തിട്ടുണ്ട്. ചായ കുടിച്ചു കഴിഞ്ഞാൽ നമ്മുടെ പ്ലഷർ ഇൻക്രീസ് ആവുന്നുള്ള ഒരു കോൺസെപ്റ്റ് ആയിരിക്കും കേട്ടോ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഒരു കോൺസെപ്റ്റ് തോന്നുന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാം. എന്തായാലും അടിപൊളിയായിട്ടുണ്ട് അത്. ഓക്കെ, അപ്പം നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു ഇവിടുന്ന് ഇറങ്ങാണ്. അപ്പോൾ നല്ല അടിപൊളി ഹോട്ടലായിരുന്നു കേട്ടോ. നല്ല ഡീസൻറ്റ് ഫുഡായിരുന്നു. റേറ്റൊന്നും അത്ര ഓവറൊന്നുമല്ല. ഒരു മസാല ദോശയൊക്കെ 70-80 ആ റേറ്റൊക്കെ ഉള്ളൂ. അടിപൊളിയായിരുന്നു കേട്ടോ. ഇതായിരുന്നു നമ്മൾ കഴിച്ച ഹോട്ടൽ. അപ്പോൾ നമ്മൾ നടന്ന് നമ്മുടെ വണ്ടീൻ്റെ അടുത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതാണ് നമ്മുടെ വണ്ടി, സ്കോർപിയോ S10. ഓക്കെ ഗായ്സ്, അപ്പോൾ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ച് വീണ്ടും യാത്ര സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മുടെ സ്കോർപിയോയിലാണ് നമ്മൾ പോകുന്നത്. സ്കോർപിയോ S10. ഇതൊരു ഓട്ടോമാറ്റിക് വണ്ടിയാണ് കേട്ടോ. ഓട്ടോമാറ്റിക് വണ്ടിയാണ്. ഓക്കെ, അപ്പം ആരും ജാടയൊന്നും വിചാരിക്കേണ്ട. നല്ല വെയിലാണ്, അതുകൊണ്ടാണ് കേട്ടോ ഗ്ലാസ് വെച്ചേക്കുന്നത്. ജാടയൊന്നുമല്ല. ജാടയെന്ന് വെച്ച് ആരും സബ്സ്ക്രൈബ് ചെയ്യാതൊന്നും നിൽക്കരുത്. എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക നമ്മുടെ ചാനൽ. ഓക്കെ, നല്ല വെയിലുണ്ട് കേട്ടോ. റോഡ് നല്ല കാലാവസ്ഥ ഭയങ്കര വെയിലാണ്. ഇവിടുത്തെ കാലാവസ്ഥ എന്ന് പറഞ്ഞാൽ രാവിലെ നല്ല തണുപ്പും ഉച്ചയ്ക്കാകുമ്പോൾ നല്ല വെയിലുണ്ടാവും കേട്ടോ. നല്ല വെയിലത്തൂടെ നമ്മളിങ്ങനെ ഒരു 100-110 ഇങ്ങനെ പറന്നുകൊണ്ടിരിക്കുകയാണ് ബാംഗ്ലൂർ ഹൈവേയിൽ. ട്രക്കുകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. ഒരുപാട് ട്രക്കുകൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഹൈവേയിൽ കൂടെ ഒക്കെ വണ്ടി ഓടിക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ നമ്മുടെ കേരളം വിട്ട് കഴിഞ്ഞാലുള്ള സ്ഥലങ്ങളിലൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും നല്ല വിശാലമായിട്ടുള്ള റോഡുകളുണ്ടാവും. നമ്മൾ മാക്സിമം സ്പീഡ് എടുത്തിട്ടാണ് പോവുക. അപ്പം പെട്ടെന്നൊക്കെ ചിലപ്പോൾ ഇതേപോലത്തെ ക്രോസിങ്ങുകൾ വരും ചില ഗ്രാമങ്ങളിലൊക്കെ. അപ്പോൾ അവിടെയൊക്കെ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കണം. कृष्णा रिवर है ना, ये कृष्णा रिवर है. Should we stop? Yeah, stop. Side. Police आए तो प्रॉब्लम आ जाएगा. They will just stop for 2-3 minutes. Guys, നമ്മൾ ഇവിടെ കൃഷ്ണ റിവറിന്റെ മുകളിലാണുള്ളത്. കൃഷ്ണ റിവർ കണ്ടപ്പോൾ വണ്ടി നിർത്താൻ പാടില്ല എന്നാണ്. അത് ഫോട്ടോ ഒരു വിഷ്വൽസ് കണ്ടപ്പോൾ ഫ്രെയിം കണ്ടപ്പോൾ നിർത്താണ്ടിരിക്കാൻ തോന്നിയില്ല. ഇവിടെ ഉണ്ട്. ഇതാണ് കൃഷ്ണ റിവർ. കൃഷ്ണ നദി. അതിന് നടുവിലൊരു ഐലൻഡ് പോലത്തെ ഒരു സ്ഥലമൊക്കെ ഉണ്ട് കേട്ടോ. ഇങ്ങനെ ഓണം തള്ളുന്നുണ്ട്.
ഭംഗിയാണല്ലേ, നല്ലൊരു ഫ്രെയിമാണ് കേട്ടോ. സൈഡിൽ അവിടെ നിങ്ങൾക്ക് സ്റ്റെപ്പുകൾ കാണാം. അതിവിടെ ഈ വലിയൊക്കെ ഇടാൻ വരുന്ന ആൾക്കാർക്ക് ഉള്ള സ്റ്റെപ്പും കാര്യങ്ങളൊക്കെയാണ്. ഭയങ്കര കാറ്റാണ് കേട്ടോ, നിങ്ങൾക്ക് ചിലപ്പം നന്നായിട്ട് കാറ്റ് അടിക്കുന്നതായിട്ട് ഫീൽ ചെയ്യാൻ പറ്റും. നല്ല കാറ്റുണ്ട് അവിടെ. ഓക്കെ, അപ്പം നമ്മൾ കൃഷ്ണ റിവറിൻ്റെ അവിടെ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ വണ്ടി വീണ്ടും സ്റ്റാർട്ട് ചെയ്യാണ്. ഒരുപാട് പേര് നിർത്തുന്നുണ്ട് കേട്ടോ ഇവിടെ കാണാൻ വേണ്ടിയിട്ട്. കാരണം ഈ ഒരു ഫ്രെയിം ആര് കണ്ടാലും നിർത്തി പോകും. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് എത്രത്തോളം ഈ ക്യാമറയിലൂടെ ക്ലിയർ ആവുന്നുണ്ടെന്ന് എനിക്കറിയില്ല. പക്ഷേ നേരിട്ട് കാണാൻ വേറൊരു ഭംഗി തന്നെയാണ് കേട്ടോ. നമ്മൾ ഇവിടെ ഇറങ്ങിയിട്ട് കാണുമ്പോൾ വേറൊരു ഭംഗി തന്നെയാണ്. ഒരുപാട് പേര് നിർത്തുന്നുണ്ട് ഇവിടെ. ഇപ്പം നമ്മൾ തെലങ്കാനയോട് വിട പറയാണ്. തെലങ്കാന ആന്ധ്ര ചെക്ക് പോസ്റ്റിലാണ് നമ്മളിപ്പോൾ ഉള്ളത് കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കാണാൻ പറ്റുന്ന ഈ ഒരു ചെറിയൊരു ഡിവൈഡറൊക്കെ വെച്ചിട്ടുണ്ട്. ശരിക്കും വലിയ വണ്ടികൾക്കുള്ള RTO ചെക്ക് പോസ്റ്റാണ് ഇത്. നമുക്ക് നിർത്തേണ്ടതായിട്ടില്ല. അപ്പോൾ നമ്മൾ ആന്ധ്രയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. ഇത് കുറച്ചുകൂടെ മുന്നോട്ട് പോയ ഒരു പാലമുണ്ട്, അവിടെ നിന്ന് അങ്ങോട്ടാണ് കറക്റ്റായിട്ട് ആന്ധ്രൻ്റെ അത് സ്റ്റാർട്ട് ചെയ്യുന്നത് കേട്ടോ. ഓക്കെ, അപ്പം കൂടുതൽ വിശേഷങ്ങളുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം. ബാക്കിയുള്ള വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് കാണണം. അടുത്ത വരുന്ന എപ്പിസോഡുകളൊക്കെ കറക്റ്റായിട്ട് കാണും. നമ്മൾ ഗ്രാൻഡ് കാന്യോണാണ് കാണാൻ പോകുന്നത്. അപ്പോൾ വീഡിയോ ലെങ്ത് ആവേണ്ട വെച്ചിട്ടാണ് നമ്മൾ എപ്പിസോഡായിട്ട് ചെയ്യുന്നത്. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ഉണ്ടാവണം. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളെല്ലാ സപ്പോർട്ടും വേണം. ഓക്കെ, അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം. ബൈ.